നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്തായാലും ചെയ്തോളൂ. നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിൽ എന്റെ കാര്യം കുട്ടി വിളിക്കുന്നത് എന്റെ കാര്യം കുട്ടി ഞങ്ങളുടെ കാറിലേക്ക് ബഹുമാനത്തോട് കാരണമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ അറിയാലോ. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാണോ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം എന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കണം നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിക്കുന്നത്? നിങ്ങളോട് അതിനോട് സംസാരിക്കും. ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. പാലക്കാട് BJP വോട്ടർമാർക്ക് പണം നൽകിയെന്ന ആരോപണം, പണം നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു പണം നൽകുന്നത് ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകളോട് ശോഭാ സുരേന്ദ്രൻ കയർക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് പാലക്കാട് നിന്ന് ഉയരുന്നത്. കണ്ണാടി പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി പുറത്ത് വിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ കണ്ണാടി പഞ്ചായത്തിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് മടങ്ങി വരുന്ന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള അവിടുത്തെ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരും ഒന്നിലധികം കാറുകളിലായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. തുടർന്ന് നമ്മൾ ഈ കാണുന്ന വീടിന് മുന്നിൽ ഈ കാറുകൾ നിർത്തിയിട്ടിരുന്നു. അതിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ സ്ത്രീയുടെ കയ്യിൽ പൈസ കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് അവർ പുറത്തുവിടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഒരു വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ ഒരു പ്രായമായ സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നതും അവരുടെ കയ്യിൽ നൽകുന്നതും, പിന്നീട് ആ ദൃശ്യങ്ങൾ അവിടെ ചെന്ന് ഈ പ്രായമായ സ്ത്രീയുടെ കയ്യിൽ പണം ഇരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ അവർ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. 5000 രൂപ കൊടുത്തു എന്നുള്ളതാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവർക്ക് 5000 രൂപ ഈ കാറിൽ നിന്നിറങ്ങി, അതായത് ശോഭാ സുരേന്ദ്രനൊപ്പം കാറിലുണ്ടായിരുന്ന സ്ത്രീ ആ കാറിൽ നിന്ന് ഇറങ്ങി ആ സ്ത്രീയുടെ കയ്യിൽ കൊണ്ടുപോയി പണം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നാലെ തന്നെ ഇവർ മുന്നോട്ട് പോയപ്പോൾ കാർ തടഞ്ഞ ശേഷം ഈ ദൃശ്യങ്ങൾ അവർ പകർത്തുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തിനാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്, അപ്പോൾ പണം നൽകുന്നത് തെറ്റല്ലേ, വോട്ടിന് പണം നൽകുന്നത് തെറ്റല്ലേ എന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ അവർ പൊട്ടിത്തെറിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. കണ്ണാടി പഞ്ചായത്തിലാണ് ഇന്ന് രാവിലെ ഈ സംഭവം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെയും ഇത്തരത്തിൽ പണം നൽകിയെന്ന ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കൃത്യമായ ഒരു ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ കാണുന്നത് പോലെ തന്നെ ഒരു സ്ത്രീ അവിടെ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഒരു പ്രായമായ സ്ത്രീ ഉണ്ട്. അവരുടെ കയ്യിലേക്ക് പണം നൽകുന്നു. ആ പണം നൽകിയ ശേഷം അവർ കാറിൽ കയറി പോകാൻ വേണ്ടി പോകുന്നു. ആ ഘട്ടത്തിൽ അവിടെ കാണുന്ന കാറുകളെല്ലാം BJP പ്രവർത്തകർ, ശോഭാ സുരേന്ദ്രൻ NDAയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ സഞ്ചരിച്ച വാഹനങ്ങളാണ്. പൊന്നാലെ BJPയുടെ പ്രവർത്തകരാണ് മറ്റു വാഹനങ്ങളിൽ ഉള്ളത്. അതിനുശേഷം ഈ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തി, ഈ കാണുന്ന ആ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് എത്തിയ ശേഷം ആ പ്രായമായ സ്ത്രീയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട് എന്നുള്ള കാര്യം ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ വേണ്ടിയും കഴിയും. 5000 രൂപ ഉണ്ട്. 5000 രൂപയാണ് ഇത്തരത്തിൽ കൊടുത്തത് എന്നുള്ളതാണ് അതിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ പിന്നീട് ശോഭാ സുരേന്ദ്രൻ ഈ കോൺഗ്രസ് പ്രവർത്തകരോട് തട്ടിക്കയറുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് അടക്കം ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസമാണ്. ആ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ BJP പ്രവർത്തകർ പണം നൽകി എന്നുള്ള ആരോപണം അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ അടക്കം 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം. അവിടെയാണ് ഇപ്പോൾ
ഇപ്പോൾ ഈ അവസാന മണിക്കൂറിൽ BJPക്ക് തിരിച്ചടിയായിക്കൊണ്ടുള്ള ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്, ഈ പണം നൽകുന്ന ദൃശ്യങ്ങൾ, വോട്ടിന് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് ഉയരുന്നത്. പണം നൽകി എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ പണം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്. പാലക്കാടാണ് BJP വോട്ടർമാർക്ക് പണം നൽകിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണം നൽകുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന, പണം നൽകിയെന്ന ആരോപണം ഉന്നയിക്കുന്നതും ശോഭാ സുരേന്ദ്രൻ കയർക്കുന്നതടക്കമുള്ളതിന്റെ ദൃശ്യങ്ങൾ കാണാം. നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്തായാലും ചെയ്തോളൂ. നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ അതൊന്നും നടക്കില്ല. എന്റെ കാറിനെ കുറിച്ച് ഞങ്ങളുടെ കാറിലേക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. ഫോട്ടോ എടുക്കണ്ട. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ അറിയാലോ. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് ചെയ്തത്. നോക്കി മൊബൈൽ തട്ടിപ്പറിക്കാനാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം എന്താ? നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിച്ചത്? നിങ്ങളിപ്പോ സംസാരിക്കും ചെയ്തോളി. നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്തോളി. കണ്ണാടി മേഖലയിലാണ് ഈ പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനും തമ്മിൽ, ഈ വീഡിയോ ചിത്രീകരിക്കുന്നവരും തമ്മിൽ ഒരു തർക്കം ഉടലെടുക്കുകയുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഈ ഒരു ദൃശ്യം പകർത്തിയവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അടിച്ച് കർണക്കുറ്റി പൊട്ടിക്കുമെന്ന ഭീഷണി അടക്കമാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുകയുണ്ടായിരുന്നത്. പ്രവർത്തകരുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ആന്റണി ജിസ്റ്റോർ ഉണ്ട് നമ്മളോടൊപ്പം. ആന്റണി, ഈ ഒരു സംഭവം, ഈ ഒരു പണം നൽകി എന്നത് ചോദ്യം ചെയ്തവർ, വീഡിയോ ചിത്രീകരിച്ചവരോടാണ് ശോഭാ സുരേന്ദ്രൻ കയർക്കുന്നത് കണ്ടത്. സ്ഥാനാർത്ഥിയുടെ ചിത്രം അനുവാദമില്ലാതെ പകർത്താൻ പാടില്ല എന്നതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അനുവാദമില്ലാതെ ഇത്തരത്തിൽ പണം നൽകാം എന്ന കാര്യമാണ് ഇപ്പോൾ, നൽകാമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വമടക്കം റദ്ദാക്കുന്ന ഒരു നടപടിയിലേക്കായിരിക്കില്ലേ കടക്കുന്നത്? തീർച്ചയായും ജനപ്രാതിനിധ്യ നിയമപ്രകാരം തടവ് ശിക്ഷ അടക്കം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇത്തരത്തിൽ വോട്ടിന് പണം നൽകുക എന്നുള്ളത്, അല്ലെങ്കിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടത്തുക എന്നുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധിച്ച ശേഷം കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കുക ജില്ലാ കളക്ടറായിരിക്കും. ഇത് സംബന്ധിച്ച് പോലീസിന് നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ BJPയുടെ ഔദ്യോഗികമായ നിലപാട് BJP പറഞ്ഞിട്ടില്ല. ഏതായാലും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ വോട്ടിന് പണം നൽകുക എന്നുള്ളത്. വോട്ടർമാരെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായ നിയമമാണ്. അത് അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുമുള്ള ഈ പണമല്ല, മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഈ വോട്ടർമാർക്ക് വോട്ടെടുപ്പിന് മുമ്പ് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് തെറ്റിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ, നമുക്കറിയാം, ഈ ശോഭാ സുരേന്ദ്രൻ അടിച്ചുകാരന് കുറ്റി പൊട്ടിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നവരോട് പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കാറിനെ കുറിച്ച് ഞങ്ങളുടെ കാറിലേക്ക് ഇറങ്ങി ആ സ്ത്രീയാണ് ആ വീട്ടിലേക്ക് പോയത്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയാണ് ആ വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിലേക്ക് എത്തിയ ശേഷം അവർ ആ
ഒരു കയ്യിൽ ഒരു ഇത് വെച്ചു കൊടുക്കുന്ന ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഈ സമയത്ത് ഈ കാറുകൾ അവിടെ നിർത്തിയ സമയത്താണ് കോൺഗ്രസ് പ്രവർത്തകർ അവർ പറയുന്നത് അവർ അവിടെ ആ ഭാഗത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്ക്വാഡ് പ്രവർത്തനം നടത്തിയ ശേഷം മടങ്ങി വരികയായിരുന്നു, കാറിൽ വരികയായിരുന്നു. ഈ ഘട്ടത്തിൽ അവിടെ ഈ വീടിന് മുന്നിലെത്തിയപ്പോൾ ഈ BJP പ്രവർത്തകരുടെ വാഹനങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ നിര ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വാഹനങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ബ്ലോക്കായി. അപ്പോൾ അവർ നോക്കുമ്പോൾ അവിടെ ഈ കാറിൽ നിന്ന്, അതായത് ഈ ശോഭാ സുരേന്ദ്രൻ അടക്കം സഞ്ചരിക്കുന്ന BJP പ്രവർത്തകർ സഞ്ചരിച്ച ആ വാഹന വ്യൂഹത്തിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി. ആ നമ്മൾ കാണുന്നത് പോലെ ആ വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി. അവർ ആ വീട്ടിലേക്ക് പോയി. അവിടെ അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പോയി അവരുടെ കയ്യിൽ പണം വെച്ച് നൽകി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഉടൻ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർ പോയതിന് പിന്നാലെ തന്നെ വീട്ടിലേക്ക് എത്തി. ആ പ്രായമായ സ്ത്രീയുടെ കയ്യിൽ പൈസ ഇരിക്കുന്ന ആ ഒരു കാര്യം ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതിനുശേഷം ഈ ശോഭാ സുരേന്ദ്രന്റെ വാഹന വ്യൂഹം മുന്നോട്ട് പോകുമ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരും കാറിൽ ഇവർക്കൊപ്പം പോയി. ആ ഘട്ടത്തിലാണ് അവർ വാഹനം നിർത്തുന്നതും പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. വാഹനത്തിൽ നിന്ന് എന്തിനാണ് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ എടുക്കുന്നത്, സ്ഥാനാർത്ഥിയുടെ വീഡിയോ എടുക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വരുന്നതും ആ കാറിനടുത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവരോട് തട്ടിക്കയറുകയും ചെയ്യുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും നേരത്തെയും BJPക്കെതിരെ പാലക്കാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. അത് വടക്കന്തറയിൽ മാളിലേക്ക് സൗജന്യ കൂപ്പണുകൾ വിതരണം ചെയ്തു. വടക്കന്തറയിലല്ല, പാലക്കാട് മണ്ഡലത്തിൽ തന്നെ മാളുകളിലേക്ക് സൗജന്യ കൂപ്പണുകൾ BJP വിതരണം ചെയ്തു എന്നുള്ളൊരു പരാതി നേരത്തെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പാലക്കാട് നേരത്തെ BJP ഈ പ്രവർത്തകർ അവിടെ എത്തിയ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞതും BJPയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതാണ്. അവിടെ പാലക്കാട് ഇത്തരത്തിൽ നിരവധി വിവാദങ്ങൾ BJPക്കെതിരെ ആവർത്തിച്ച് ഉയരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ദൃശ്യം പുറത്തേക്ക് വരുന്നത്. വോട്ടിന് പണം നൽകി എന്നുള്ള ഒരു പരാതി വരുന്നത്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ഒരു ആയുധമായി ഇപ്പോൾ UDF അതുപോലെ തന്നെ LDF അടക്കം അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഇപ്പോൾ അവരുന്നയിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഔദ്യോഗികമായി പരാതി നൽകാൻ വേണ്ടി പോകുന്നു. അതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ജില്ലാ കളക്ടറായിരിക്കും ഇനി ഇക്കാര്യത്തിൽ കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഇക്കാര്യത്തിൽ വരുന്നത്. ഏതായാലും നടപടി വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഈ വീട്ടിൽ മാത്രമല്ല, നിരവധി സമീപത്തുള്ള വീടുകളിലും എത്തിയിട്ടുണ്ടാകാമെന്നുള്ള ഒരു കാര്യവും കൂടി കോൺഗ്രസ് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ശോഭാ സുരേന്ദ്രനൊപ്പം മുൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വാഹനത്തിൽ സ്ഥാനാർത്ഥി ഇരുന്നു. അതിന് പിന്നാലെയാണ് അതിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങിപ്പോയി വോട്ടിന് ഇത്തരത്തിൽ പണം നൽകുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങൾ ആണിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്ത് വിട്ടിരിക്കുന്നത്. BJP സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ വെട്ടിലാക്കുന്ന, അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നൽകുന്ന, ഇനി ഇക്കാര്യത്തിൽ BJP പറയുന്ന മറുപടി എന്താണ് എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രതികരിച്ചു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ആ പ്രതികരണത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. ഏതായാലും ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണം നടക്കുന്ന ദിവസമാണ്. സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെയൊക്കെ നേരിൽ പോയി കണ്ട് വോട്ട് തേടുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം. ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകാനായി ഉള്ളത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങാനിരിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. BJP ഏറ്റവും പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് അവർക്ക് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് അത് സ്ഥാനാർത്ഥി അടക്കം ആ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി ഒരു പ്രവർത്തകൻ അത് പണം നൽകുകയല്ല, മറിച്ച് സ്ഥാനാർത്ഥി അടക്കം സഞ്ചരിച്ച ഒരു വാഹനത്തിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങിപ്പോകുന്നു, അവരവിടെ പണം നൽകുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്. അതായത് സ്ഥാനാർത്ഥി തന്നെ നേരിട്ടെത്തി പണം നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന കൂടി നടക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഓരോ ഭാഗത്തും സർവൈലൻസിന് വേണ്ടി, നിരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം ഇപ്പോൾ അവിടെ ഭാഗത്ത് പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ്
കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. സ്വാഭാവികമായും അത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം അത് 1 വർഷം വരെയൊക്കെ തടവ് ലഭിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ഉടൻ തന്നെ റിപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഗുരുതരമായ ഒരു ആരോപണം തന്നെ ഈ ഘട്ടത്തിൽ ഈ അവസാന മണിക്കൂറിൽ BJPക്കെതിരെ പാലക്കാട് BJPക്കെതിരെ ഉയരുന്നു. നമുക്കറിയാവുന്ന പോലെ BJP പാലക്കാട് വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണയൊക്കെ വലിയ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ വിജയം അവിടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഏതായാലും കണ്ണാടി പഞ്ചായത്തിൽ ഇങ്ങനെ വോട്ടിന് പണം കൊടുത്തു എന്നുള്ളതാണ് അത് ചിത്രീകരിച്ച കോൺഗ്രസ് പ്രവർത്തകരോട് അവരെ ഭീഷണിപ്പെടുത്തുന്ന, അവരോട് തട്ടിക്കയറുന്ന ശോഭാ സുരേന്ദ്രൻ, NDAയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യവും കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ പാലക്കാട് BJP വോട്ടർമാർക്ക് പണം നൽകിയെന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നത്. ഈ പണം നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശോഭാ സുരേന്ദ്രനും തമ്മിൽ തർക്കമുണ്ടാവുകയുണ്ടായി. ഈ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി. ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടിച്ച് കർണക്കുറ്റി പൊട്ടിക്കുമെന്നടക്കമുള്ള ഭീഷണിയാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയിരിക്കുന്നത്. ആന്റണി, നമുക്കറിയാം ഇനി വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഇത് വലിയ രീതിയിൽ BJPക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി അടക്കം തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു സ്വാധീനിച്ചു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉണ്ടായാൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞ് ഒരു നടപടി ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആന്റണി ജെ ജോർജാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്തായാലും ചെയ്തോളൂ. നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിൽ എന്റെ കാര്യം കുട്ടി വിളിക്കുന്നത് ഞങ്ങളുടെ കാറിൽ തീരുമാനിച്ചത് ബഹുമാനത്തോട് കാരണമാണ്. അല്ല, നിങ്ങൾ ഫോട്ടോ എടുക്കണ്ട. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ നമ്മളെ അറിയാലോ. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാനാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. ഫോട്ടോ എടുക്കും നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം ഉണ്ടെന്താ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിക്കുന്നത്? നിങ്ങളോട് അല്ല നിങ്ങൾ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ